Hi guys, this is Manna and you're watching Manna's Favorites. So today I'm back with a new video. ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 6 months ഓഫ് 2024. ഇപ്പം നമ്മൾ 2024 ഇപ്പോൾ പകുതി ആവാറായി, പകുതി കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഒരു 6 months കൂടെയുള്ളൂ നമുക്കിനി 2025 എൻ്റർ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു 6 months നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ നല്ല ചേഞ്ചസ് വരുത്തി നല്ലൊരു രീതിയിൽ 2025 എങ്ങനെ എൻ്റർ ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. So let's get into the video. So the first thing is have the SS എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറേ സംഭവങ്ങളാണ്. സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ, അങ്ങനെ ഒരു മെയിനായിട്ടൊരു 5 SS ഉണ്ട്. ഈ 5 SS നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഈ 5 SSൽ ദ ഫസ്റ്റ് വൺ ഇസ് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് വെച്ചാൽ നമുക്ക് സ്വയം നമ്മളെ ലവ് ചെയ്യുക, നമ്മളെ സ്വയം ടേക്ക് കെയർ ചെയ്യുക, അതൊക്കെയാണ് സെൽഫ് ലവ്. ദ സെക്കൻഡ് വൺ ഇസ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നെക്സ്റ്റ് വൺ, ദ തേർഡ് വൺ ഇസ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ കവർ ചെയ്തേക്കുന്നത് ഹൗ ടു ഹാവ് എ കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ്. മറ്റുള്ളവർക്ക് നമ്മൾ കോൺഫിഡൻറ്റ് ആണ് എന്നെങ്ങനെ കാണിക്കാം എന്ന് വെച്ചാൽ വെർബലി അല്ലാതെ ഫിസിക്കലി എങ്ങനെ കാണിക്കാം, അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. വേറെ ആണെന്ന് വെച്ചാൽ സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ സെൽഫ് ആയിട്ട് തന്നെ ഡിസിപ്ലിൻഡും കൺട്രോളും ആയിട്ടിരിക്കുക. രണ്ടും ഒരേ ഒരു വേവ് ലെങ്തി വരുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വഴക്ക്, എന്തെങ്കിലും ഒരു ഫൈറ്റ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ചൂസിങ് പീസ് ഓവർ കെയോസ്, അതിനാണ് നമുക്ക് മെയിനായിട്ടും പറയാൻ പറ്റും. നമ്മൾ ബഹളത്തെക്കാളും കൂടുതൽ നമ്മൾ ഒരു സമാധാനമായിട്ടൊരു അന്തരീക്ഷത്തെ ചൂസ് ചെയ്യുക. അതാണ് ഈ 5 SS. ദ സെക്കൻഡ് വൺ ഇസ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിനോടും നല്ല സിറ്റുവേഷൻസിനോടുള്ളൊരു താങ്ക്ഫുൾ ബിഹേവിയർ എന്ന് വെച്ചാൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ അറ്റ്മോസ്ഫിയർ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ പ്ലേസ് ഐ ലിവ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഹൗസ് ഐ ലിവ് ഇൻ. അങ്ങനെയൊക്കെ നമ്മൾ പല സംഭവങ്ങൾക്ക് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് വേസ് എന്ന് വെച്ചാൽ ഡെയിലി അഫർമേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിനി സംഭവിക്കാൻ പോകുന്നൊരു സംഭവം നമ്മളത് പ്രസൻറ്റിൽ ഉണ്ട് എന്ന രീതി പ്രസൻറ്റ് ടെൻസിൽ അതിനെ പറയുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ കുറേ റിച്ച് ആണെങ്കിൽ ലൈക്ക് ഐ ആം റിച്ച്, ഐ വിൽ ബി റിച്ച് അല്ല ഐ ആം റിച്ച്. നമുക്ക് നടക്കാൻ പോകും, നമ്മൾ വിഷ് ചെയ്യണം, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നൊരു സംഭവം നമ്മളതിനെ ഒരു പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ അതിനെ റിസൈറ്റ് ചെയ്യാം. അതിൽ ബിലീവ് ചെയ്താൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ദ തേർഡ് വൺ ഇസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു യോർ ഓൺ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നോക്കുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇപ്പം അവരെന്ത് വിചാരിക്കും, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒപ്പീനിയൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ബിഹേവിയറാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബിഹേവിയർ എന്ന് വെച്ചാൽ നമ്മുടെ തിങ്കിങ് പാറ്റേൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്വയമായിട്ട് എന്തോ വിചാരിക്കുന്നു അതിനൊരു വാല്യൂ കൊടുക്കുക, അതിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൈഫിൽ കുറച്ചുകൂടെ പീസ് കിട്ടും. കാരണം മുമ്പ് പറഞ്ഞ പോലെ സെൽഫ് ലവ്, സെൽഫ് ഡിസിപ്ലിൻ, അതുമായിട്ട് കുറച്ച് കണക്ഷനൊക്കെ ഉള്ള സംഭവങ്ങളാണിത്. അപ്പോൾ വേറെ കുറേ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് തോന്നിയ കുറച്ച് റൂൾസും ഹാബിറ്റ്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തേക്കുന്നത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. See you in the next video. Bye.